ആനുവൽ എക്സാം ഇൻ്റഗ്രേഷൻ ഡേ 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ആൻസർ ചെയ്യാം. പ്രവർത്തനം 1 നിറം കൊടുക്കാം എന്നാണ്. ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. അവിടെ വീടുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്, കണ്ടില്ലേ, മലകളുണ്ട്, ബലൂൺ പറപ്പിക്കുന്ന കുട്ടികളെ കാണാം, പട്ടങ്ങൾ കാണാം. അതിനൊക്കെ നിറം കൊടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. അടുത്തത് പ്രവർത്തനം 2 വായിക്കൂ, നിറം നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. വലിയ മരത്തിൽ പഴങ്ങൾ വരച്ച് നിറം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, വലിയ മരമുണ്ട്, ചെറിയ മരമുണ്ട്. ചെറിയ മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ചെറിയ മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറം നൽകുക. അടുത്തുള്ള വീടിന് നീല നിറം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് കിടക്കുന്ന വീട് ഇതല്ലേ, നീല നിറം നൽകുക. ദൂരെയുള്ള വീടിന് ഇഷ്ടമുള്ള നിറം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കേട്ടോ, ദൂരെയുള്ള വീടിന്. പ്രവർത്തനം 3 കണ്ടെത്താം എന്നാണ്. കടലിൽ ജീവിക്കുന്ന ജീവികൾക്ക് വട്ടം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെ കടലിൽ ജീവിക്കുന്നതിന് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആദ്യത്തെ എന്താണ്? പഴുതാരയാണ്. അത് കടലിൽ ജീവിക്കുന്ന ജീവിയാണോ? അല്ല. അടുത്തത് എന്താണ്? പുൽച്ചാടിയാണ്. അത് കടലിൽ ജീവിക്കുന്ന ജീവിയല്ല. അടുത്തത് ഡോൾഫിൻ ആണ്, വട്ടം വരയ്ക്കുക. അടുത്തത് ചെമ്മീനാണ്, കടലിൽ ജീവിക്കുന്നതാണല്ലോ, വട്ടം വരയ്ക്കുക. അടുത്തത് നക്ഷത്ര മത്സ്യമാണ്, കടലിൽ ജീവിക്കുന്ന ജീവിയാണ്. അടുത്തത് എന്താണ്? നീരാളിയാണ്, കടലിൽ ജീവിക്കുന്ന ജീവിയാണ്, വട്ടം വരയ്ക്കുക കേട്ടോ. കടംകഥയ്ക്ക് ഉത്തരം നൽകാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. എന്താണ് ഉത്തരം? ആമേലെ ആമ എന്ന് എഴുതുക. അടുത്തത് കാലാറ്, കണ്ണ് 2, നേരെ നടക്കില്ല, ഞണ്ടാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആൻസർ ദ റിഡിൽസ്. കുറച്ച് റിഡിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതാണ് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 1, ഐ ആം ബിറ്റ്വീൻ 58 and 60. ഞാൻ 58ൻ്റെയും 60ൻ്റെയും ഇടയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതാ നമ്പർ വരിക? 59. നെക്സ്റ്റ് നോക്കുക, ഐ ആം ദ സ്മോളസ്റ്റ് 2-digit നമ്പർ, ഹൂ ആം ഐ. ഞാൻ ചെറിയ 2 അക്ക സംഖ്യയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഞാൻ ആരാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതാ നമ്പർ? സ്മോളസ്റ്റ് 2-digit നമ്പർ ഏതാണ്? 10 അല്ലേ. 10ൽ നിന്നാണല്ലോ 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഐ ആം 4 tens. ക്യാൻ യു ടെൽ ഹൂ ആം ഐ? ഞാൻ 4 tens ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് നമ്പർ? 40 അല്ലേ. നെക്സ്റ്റ്, ഐ ആം ദ നമ്പർ വെൻ യു സബ്ട്രാക്ട് ലാർജസ്റ്റ് 1-digit നമ്പർ ഫ്രം ലാർജസ്റ്റ് 2-digit നമ്പർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും വലിയ 2 അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ കുറച്ചാൽ ഞാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്മോളസ്റ്റ് 2-digit നമ്പർ 10 ആണ്. അപ്പൊ ലാർജസ്റ്റ് 2-digit നമ്പർ ഏതാ? 99. ലാർജസ്റ്റ് 1-digit നമ്പർ ഏതാണ്? 9 അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? 99ൽ നിന്ന് 9 കുറച്ചാൽ ഞാനാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എത്ര വരിക? 99 - 9 90 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ്, ഐ ആം a 2-digit number. Both digits are same. Digit added together gives 2. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു 2 അക്ക സംഖ്യയാണ്, 2 ഡിജിറ്റ്സും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ 2 ഡിജിറ്റ്സും കൂടി കൂട്ടിയാൽ 2 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ 2 കിട്ടുക 1 അല്ലേ. 1 + 1 ആണല്ലോ 2. അപ്പൊ നോക്കി നോക്കൂ, ഏതാ നമ്പർ വരിക? 11 അല്ലേ. 11 എന്ന് പറയുന്നത് ഒരു 2-digit നമ്പർ ആണ്. 2 ഡിജിറ്റും സെയിം അല്ലേ, 1 അല്ലേ. ദെൻ 1 + 1 2 ഡിജിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടൂലോ. അപ്പൊ 11 ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 കൗണ്ട് ആൻഡ് റൈറ്റ്. ഇവിടെ നമുക്ക് കുറെ വെഹിക്കിൾസിന്റെ പിക്ചർ ആണല്ലേ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി കാർസ് ആർ ദർ? എത്ര കാർസ് ആണുള്ളത്? 2 കാർസ് ആണ് അല്ലേ, 2. നെക്സ്റ്റ്, ഹൗ മെനി 3-wheelers ആർ ദർ എന്നാണ്. എത്ര 3-wheelers ആണുള്ളത്? എത്ര ഓട്ടോറിക്ഷാസ് ഉണ്ട് നോക്കുക കേട്ടോ. എത്ര? 1 2 3 4 5 ആണ് അല്ലേ, 5 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 2-wheelers എന്നാണ് കേട്ടോ. എത്ര ഇരുചക്ര വാഹനങ്ങൾ ഉണ്ട് എന്നാണ് അല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെയാ നോക്കൂ, സൈക്കിളും ഉണ്ട്, ഇവിടെ സ്കൂട്ടറും ഉണ്ട്. അതെല്ലാം രണ്ടും കൂടി കൗണ്ട് ചെയ്യുക കേട്ടോ. നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് വെഹിക്കിൾ ഈസ് മോർ ഇൻ നമ്പർ, ഹൗ മെനി എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വെഹിക്കിൾ ആണ് എണ്ണത്തിൽ കൂടുതലുള്ളത് എന്ന് കേട്ടോ. ഏത് വെഹിക്കിൾ ആണ് എണ്ണത്തിൽ കൂടുതലുള്ളത്? ബൈസിക്കിൾ ആണ്. ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര എണ്ണം എന്ന്. അപ്പൊ എത്ര എണ്ണമാണ്? 9 അല്ലേ, 9 എന്ന് എഴുതാം. വിച്ച് വെഹിക്കിൾ ഈസ് ലെസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് വെഹിക്കിൾ ആണ് കുറവ് എണ്ണ ഉള്ളത് എന്ന് കേട്ടോ. ഏത് വെഹിക്കിൾ ആണ്? കാറാണ് അല്ലേ, കാർ എന്ന് എഴുതുക. നെക്സ്റ്റ്, റൈറ്റ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. വാഹനങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ 2, then 3, then എത്ര വരിക? 5, 9.
ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ പോർഷൻസ് നിങ്ങൾ നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ സമയത്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.